ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ട് ചെയ്ത ഒരു പ്രത്യേക കാര്യമാണ്. ഈ ദിവസങ്ങളിൽ പല ചെറുപ്പക്കാരും ആത്മഹത്യ ചെയ്യുന്നതിന്റെ അങ്ങനെയുള്ള പോസ്റ്റുകളെ താഴെ വന്ന് പലരുടെയും കമന്റ്സ് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതായത് അവരോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പലരും പറയുന്ന കമന്റ്സ് ആണ്: നീ എത്ര ഹാപ്പി ആയിരുന്നു, പുറമെ നീ എത്ര സന്തോഷത്തോടെ ജീവിച്ച ആളാണ്, നീ ഞങ്ങളെയൊക്കെ സന്തോഷത്തോടെ കൊണ്ടു കിടന്ന ആളല്ലേ, നിന്റെ മുഖത്ത് നിന്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെയുള്ള കമന്റുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനോട് ചേർന്ന് ഞാനൊരു കഥ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് അർജുൻ എന്നൊരു കുട്ടി, ആ കുട്ടി വളർന്നു വന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ അവൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ വളരെ സ്മാർട്ടായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഷെയറിങ് ആയിരുന്നു, കെയറിങ് ആയിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ എല്ലാവർക്കും പറയാൻ അർജുനെ പറ്റിയുള്ളൂ. കാരണം എല്ലാവരും പറയും അർജുനെ നോക്കി പഠിക്കുക, അർജുൻ എത്ര നല്ല കുട്ടിയാണ്, അവൻ എത്ര ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവൻ എത്ര ഹെൽപ്പിംഗ് ആണ്, എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അങ്ങനെ അർജുൻ പാർക്കിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അർജുന് പെട്ടെന്ന് അവന്റെ കാലുകൾ രണ്ടും സ്റ്റക്കായതുപോലെ തോന്നി. അവന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നിമിഷം പോലും അവന് കാലനക്കാൻ പറ്റാതെ അവനിങ്ങനെ സ്റ്റക്കായപ്പോൾ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ആ സമയത്ത് കുറേയേറെ ആളുകൾ ഇങ്ങനെ കൂടി വന്നു. അവർ പറഞ്ഞു അർജുന്റെ മുഖത്തേക്ക് നോക്കി, അവന് പ്രശ്നങ്ങളൊന്നുമില്ല, അവനൊരു കുഴപ്പമില്ലല്ലോ, കണ്ടോ അവൻ അർജുനൊന്ന് എഴുന്നേറ്റ്, അവൻ ചുമ്മാ ഇരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു വ്യക്തി മാത്രമേ മുമ്പോട്ട് കടന്നു വന്നു. എന്നിട്ട് അർജുന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെയാണ് ചോദിച്ചത്: ഹൗ ലോങ് ഹാവ് യു ബീൻ ക്യാരിയിങ് ദിസ് ബർഡൻ ക്വയറ്റ്ലി? നീ എത്ര നാളായിട്ടാണ് ഈ ഭാരം മുഴുവൻ നിശബ്ദമായിട്ട് വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ടൊരു കാര്യം? ശരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ അർജുന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയുണ്ടായി. അതായത് കുറേ നാളുകളായിട്ട് മറ്റുള്ളവരുടെ ഒരു നല്ല, അതായത് എല്ലാവരുടെയും മുമ്പിൽ ഒരു നല്ല കുട്ടിയായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് അർജുൻ. എന്നാൽ അർജുന്റെ ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവനത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായം മറ്റൊന്നായിരിക്കും. ഇതുവരെ എല്ലാവരും പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരിക്കും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, അവരെന്നെപ്പറ്റി ഇനി എന്നെപ്പറ്റി നെഗറ്റീവ് പറയും എന്നൊക്കെയുള്ള വ്യാകുലതകൾ കൊണ്ട് പലപ്പോഴും ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ട്. അല്ലെ ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമാവോ എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെ പലപ്പോഴും സ്വയം ജീവിക്കാനും സ്വയം ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാതെ ജീവിച്ചു പോയൊരു ജന്മമായിരുന്നു അർജുൻ്റെ. ആ ഒരു നിമിഷം കൊണ്ട് ഒരിക്കലും അർജുന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നെന്നല്ല, പക്ഷേ അർജുൻ ഒന്ന് ഓപ്പൺ അപ്പ് ആകാൻ, ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഓപ്പണായിട്ട് കരയാനുള്ള ഒരു അവസരം കിട്ടുകയായിരുന്നു. ഇതുപോലെയാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിനുവേണ്ടി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി അവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊന്നും ഒരിക്കലും വീക്ക്നെസ് അല്ല, അതൊരു ധൈര്യം തന്നെയാണ്. അത്രമാത്രം നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ആത്മഹത്യകളും പല ഗിവിങ് അപ്പ് ആയ സിറ്റുവേഷൻസും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.